ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം കട്ടനും മുറുക്കും കൂടെ കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ പാത്രത്തിൻ്റെ ഒരു മോഡലെന്ന് പറഞ്ഞാൽ ഇത് പുതിയ പാത്രമാണ് കേട്ടോ. അതായത് നമുക്ക് ഈ ഗ്യാസിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രമാണ്, കരിയൊന്നും പിടിക്കത്തില്ല കേട്ടോ. അങ്ങനത്തെ ഉള്ളൊരു പാത്രമാണ് കേട്ടോ. അല്ലാതെ ഈ എന്താ പറയണ്ടേ, അടിഭാഗം അഴുക്കായിരിക്കണമെന്നും അല്ല കേട്ടോ ഗൈസ്. പുതിയ പാത്രമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ കട്ടൻ കുടിക്കാൻ എടുത്തതാണ് കേട്ടോ, അല്ലാതെ പഴയ പാത്രമൊന്നും അല്ല. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. അപ്പവും ഉരുളക്കിഴങ്ങ് കറിയുമാണ്. പിന്നെ കട്ടനും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ്. കടയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ചോറ് കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് തന്നെയാണ്, ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയപ്പോൾ ഇന്ന് നേരത്തെ ചോറൊക്കെ കഴിച്ചായിരുന്നു. ചോറിൻ്റെ കൂട്ടത്തെ കറികളെന്ന് പറഞ്ഞാൽ അവിയലുണ്ടായിരുന്നു, ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെച്ചതുണ്ടായിരുന്നു, പിന്നെ ചൂര മീൻ കറി, പിന്നെ കഞ്ഞിവെള്ളം. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ബ്രിഞ്ചാൾ ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെ. ഇതിൽ ഞങ്ങൾ വളമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അല്ലേ, ചാണകപ്പൊടി ഇടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീൻ കഴുകിയിട്ടുള്ള 1-2 വെള്ളം കളഞ്ഞിട്ടുള്ള അല്ലേ വെള്ളം നമ്മൾ എടുത്ത് ഇത് പച്ചക്കറിയിലൊക്കെ കാന്താരി മുളകിലാണ് കൂടുതൽ ഒഴിക്കുന്നത്. കൂടുതൽ കാന്താരി മുളകിലാണ് ഒഴിക്കാറ്. കൂടുതൽ പൂക്കളും കായ്ഫലം തരും നമുക്കതിൽ. നമുക്ക് സന്തോഷമുണ്ടോ? പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്നതിൽ ഒരെണ്ണമായാലും അത് വളരെ സന്തോഷം തന്നെ. ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള ഇപ്പോൾ വരുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള സാധനമുണ്ട്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, നമുക്ക് അതിനുള്ള. ആ ചെറുതൂടെ പറിക്കാമോ? ഇന്നത്തെ വിഴുക്കിനായി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ നാളത്തേക്ക് വേണ്ടി ഒരു മെഴുക്കുരട്ടിക്കുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ പറിച്ചിട്ടുണ്ട് ഗൈസ്. വീട്ടുമുറ്റത്ത് തോട്ടം, പച്ചക്കറി തോട്ടം. അപ്പോൾ അത് ആവശ്യത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാളാണ് കേട്ടോ. ബ്രിഞ്ചാൾ ഹാർവെസ്റ്റ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ഉണ്ടായിരുന്നു, ആവശ്യത്തിന് പച്ചമുളക് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മെഴുക്കുരട്ടിക്ക് ആവശ്യമുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയിലയും പറിച്ചിട്ടുണ്ട് കേട്ടോ, താളിക്കാൻ വേണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് താളിക്കാൻ വേണ്ടി മുരിങ്ങയിലയും പറിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അമ്മയുടെ കയ്യിലിരിക്കുന്ന കുക്കുംബറാണ് കേട്ടോ ഇത്. കുക്കുംബറിൻ്റെ തൈയാണ് ഇത്. 40 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ കുക്കുംബർ നല്ല രീതിയിൽ വിളവെടുപ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് 2 ദിവസമായുള്ളൂ. ഒരു 5 ദിവസം കഴിഞ്ഞ് ഇളക്കി നട്ടാൽ മതി എന്നാണ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇങ്ങനെ തന്നെ വെച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചൈനീസ് മുളകാണ് കേട്ടോ. ഇത് ചൈനീസ് മുളകാണ്. എല്ലാം ഇപ്പോൾ ഏകദേശം ഒരു 5 ദിവസത്തിന് ശേഷം മാത്രമേ ഇളക്കി നടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ വെച്ച് തന്നെ വെള്ളമൊക്കെ ഒഴിക്കണം. 5 ദിവസം കഴിഞ്ഞ ശേഷം ഇളക്കി നടണം. പിന്നെ അതുപോലെ അമ്മ 3 തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു കുക്കുംബർ. 3 തൈ കേട്ടോ. അതായത് നല്ല രീതിയിൽ വിളവെടുപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയിൽ പെട്ട ഒരു ഐറ്റമാണ് കുക്കുംബർ. അപ്പോൾ അതുകൊണ്ട് അമ്മ 3 തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കാന്താരി, മഞ്ഞക്കാന്താരി, പിന്നെ വെള്ളക്കാന്താരി, പിന്നെ അതുപോലെ തന്നെ പയർ, ഇത്രയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. ചീരയുണ്ട്, പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതളങ്ങ, കത്തിരിക്ക, പിന്നെ പയർ, പാവയ്ക്ക. പിന്നെ ദാണ്ടേ കണ്ടില്ലേ, ഇതൊക്കെ ഓണത്തിന് വേണ്ടി അമ്മ തയ്യാറാക്കിയെടുത്ത ജമന്തി പൂക്കളാണ് കേട്ടോ. ജമന്തി പൂക്കളിൽ ജമന്തി ചെടിയിൽ നല്ല രീതിയിൽ മൊട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കാണിച്ചു തരണേണ്. നല്ല രീതിയിൽ മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് 3 തൈ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ശേഖരിച്ചെടുത്ത വിത്ത് ഉണക്കി ഞങ്ങൾ ഇത് പൊടിപ്പിച്ചെടുത്താണ് കേട്ടോ. കണ്ടില്ലേ, മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പച്ചമുളകുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കളർ ഒരു പ്രത്യേകത തന്നെ, പഴുക്കുമ്പോൾ ഇല്ല മോളെ. ഈ നാടൻ സാധനവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ്, നിറച്ചും കായ്ഫലമുണ്ട്. അമ്മയും ഞാനും കൂടെ റെഡിയായി ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ സന്ധ്യയ്ക്ക് കേട്ടോ ഞങ്ങളൊരു കല്യാണ വീട്ടിലെ റിസപ്ഷന് പോവുകയാണ് കേട്ടോ. ഇനി അവിടെ പോയിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ അങ്ങനെ റിസപ്ഷൻ എത്തി കേട്ടോ. വന്നപ്പോൾ ഞങ്ങളുടെ പരിചയക്കാരും പിന്നെ അമ്മയുടെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ സംസാരിച്ചിരുന്നു. പിന്നെ ഇത് എൻ്റെ ഒരു അനിയനാണ് കേട്ടോ. അവൻ്റെ ബേബിയാണ് കേട്ടോ ഈ കയ്യിലിരിക്കുന്നത്.
അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം കളിപ്പിച്ചൊക്കെ ഇരുന്ന് ഗൈസ്. പോയടിഞ്ഞ് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ പരിചയക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച്, അതായത് ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്താണല്ലോ കാണാറ്. ഞാനും അമ്മയും പിന്നെ നേരത്തെ കാണിച്ച അനിയൻ്റെ വൈഫാണ് കേട്ടോ ഇത്. പിന്നെ കുഞ്ഞു കുട്ടിയും കൂടെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇങ്ങനെ യാദൃച്ഛികമായിട്ടൊക്കെ കാണുന്നുണ്ട് എല്ലാവരെയും. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ, ഫോട്ടോസൊക്കെ എടുത്തു. ഗൈസ്, ഇതാണ് അമ്മ കല്യാണ വീട്ടിൽ പോയപ്പോൾ കഴിച്ച ഫുഡ് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇതാണ് ഫുഡ്. ഗൈസ്, ഞാൻ കഴിക്കാൻ മേടിച്ച ഫുഡാണ് കേട്ടോ. കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കാൻ മേടിച്ച ഫുഡാണിത്. ഒരു പിടി പിടിക്കണം ഗൈസ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. ഞാൻ ചിക്കനൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അമ്മ വെജിറ്റേറിയൻ കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ചില സമയങ്ങളിൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ അതാണ് പാട്ടൊന്നും കൊടുക്കാത്തത്, കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഗൈസ്, ഞാനും അമ്മ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ച അനിയനില്ലേ, അതായത് നമ്മൾ രക്തബന്ധം കൊണ്ടല്ലല്ലോ, നമ്മൾ സ്നേഹബന്ധം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ ഉള്ള ഞങ്ങളുടെ സഹോദരനും സഹോദരിയൊക്കെയാണ് ഗൈസ്. ഇതെൻ്റെ ഒരു അനിയത്തിയാണ് കേട്ടോ. അനിയത്തിയുടെ അമ്മ, അച്ഛൻ. അപ്പോൾ നേരത്തെ അനിയൻ്റെ ബേബീനെയും വൈഫിനെയും ഒക്കെ കണ്ടല്ലോ. ഇനി ഇത് അശ്വതിയാണ് കേട്ടോ. അശ്വതിയുടെ ബേബി റിയാനെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് പിന്നെ ഞാനും അമ്മയും കൂടെ കുഞ്ഞു അവനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. ഇതാണ് കേട്ടോ റിയാൻ ബേബി. പിന്നെ റിയാൻ ബേബീനെ കുറേ നേരമൊക്കെ കളിപ്പിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനും അമ്മയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അമ്മ എടുത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ പിന്നെയാണ് കേട്ടോ റിയാൻ ബേബി അങ്ങനെ പറ്റി കിടക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ നേരമൊക്കെ കളിപ്പിച്ചു അവനെ. പിന്നെ ഞാൻ 2-3 റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ണ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഇനി ഫുഡൊന്നും കഴിക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. വയറ് ഫുള്ളായിരിപ്പുണ്ട്. പിന്നെ രാത്രി വെള്ളം കുടിച്ചിട്ട് കിടക്കാൻ. അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.